നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട മല്ലു അർജുൻ, നമ്മുടെ സ്വന്തം അല്ലു അർജുൻ പുഷ്പ 2 റിലീസ് ചെയ്യുന്നതിന് മുമ്പ് നിരവധി ഫംഗ്ഷനൊക്കെ ആയിട്ട് കേരളത്തിലടക്കം വന്നിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ സ്വന്തം മല്ലു അർജുൻ്റെ ആസ്തി എത്രത്തോളം ഉണ്ടെന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്താലോ. അദ്ദേഹത്തിൻ്റെ ആസ്തി കൃത്യമായിട്ടുള്ള ഒരു വിവരവും പുറത്ത് വന്നിട്ടില്ല. എന്നാൽ പോലും നമുക്ക് കിട്ടിയിരിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് നമുക്ക് അദ്ദേഹത്തിന് സിനിമയിൽ നിന്ന് കിട്ടുന്ന റെമ്യൂണറേഷനും അതിനപ്പുറം അദ്ദേഹത്തിന് ബിസിനസ്സിൽ നിന്ന് കിട്ടുന്ന റെമ്യൂണറേഷനും അല്ലെങ്കിൽ ബിസിനസ്സിൽ നിന്ന് കിട്ടുന്ന ലാഭവും അതിനോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ കാർ കളക്ഷൻസും ബിസിനസ് ഇൻവെസ്റ്റ്മെന്റും എല്ലാം ഒന്ന് അനലൈസ് ചെയ്ത് അദ്ദേഹത്തിന്റെ ഒരു ആസ്തി എത്രത്തോളമാണെന്നൊന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് നമ്മുടെ സ്വന്തം അല്ലു അർജുന്റെ ആസ്തിയെ പറ്റിയുള്ള വിവരങ്ങൾ അറിയാം. വളർന്നു വരുന്ന ഒരു താരം തന്നെയാണ് നമ്മുടെ സ്വന്തം അല്ലു അർജുൻ. അതുകൊണ്ട് തന്നെ ടോളിവുഡിലെ ഒരു സൂപ്പർ സ്റ്റാർ ആകാനുള്ള കെൽപ്പും അതോടൊപ്പം തന്നെ ഒരു പാൻ ഇന്ത്യ സ്റ്റാറും തന്നെയാണ് നമ്മുടെ അല്ലു അർജുൻ. അല്ലു അർജുന്റെ ഇപ്പോഴത്തെ ഏകദേശ നെറ്റ്വർത്ത് എന്ന് പറയുന്നത് ഏകദേശം 427 കോടി രൂപയാണ്. പുഷ്പയിലൂടെ മാത്രം അദ്ദേഹം സ്വന്തമാക്കിയ റവന്യൂ എന്ന് പറയുന്നത് 300 കോടി രൂപയാണ്. അതുകൊണ്ട് തന്നെ ഇത് ഏകദേശം ഒരു നെറ്റ്വർത്താണ് നമ്മൾ പറയുന്നത്. ഈ 300 കോടി രൂപയെ തന്നെ നിരവധിയായ ടാക്സും കാര്യങ്ങളൊക്കെ പോയിട്ട് ശേഷം ഇത്ര രൂപ മാത്രം അദ്ദേഹത്തിന് കിട്ടുകയുള്ളൂ, കയ്യിൽ കിട്ടുകയുള്ളൂ. അതിനുശേഷമുള്ള ഒരു പ്രതിഫലമാണ് അദ്ദേഹം, നമുക്ക് അറിയത്തില്ല അത് എത്രയാണെന്നുള്ളത്. എന്നാൽ പോലും പുഷ്പയിലൂടെ മാത്രം അദ്ദേഹം സ്വന്തമാക്കിയിട്ടുള്ളത് 200 മുതൽ 300 കോടി വരെയുള്ള പ്രതിഫലമാണെന്ന് പറയുന്നത്. അതിനപ്പുറം അദ്ദേഹത്തിന് വരാനിരിക്കുന്ന സിനിമകളും അദ്ദേഹം പ്രൊഡ്യൂസ് ചെയ്ത സിനിമകളും അദ്ദേഹം നിർമ്മിച്ച നിർമ്മാണ കമ്പനിക്ക് കിട്ടിയ ലാഭമൊക്കെ അതിനേക്കാൾ അപ്പുറമാണ്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ നോക്കുകയാണെങ്കിൽ ഒരു കൃത്യമായ നെറ്റ്വർത്ത് എത്രയാണെന്ന് നമുക്ക് ഊഹിക്കാൻ പോലും പറ്റത്തില്ല. അതിന്റെ അപ്പുറമായിരിക്കും അദ്ദേഹത്തിന്റെ നെറ്റ്വർത്ത്. എന്താണെങ്കിലും പുഷ്പ 2 ആണ് അദ്ദേഹത്തിന്റെ ഏറ്റവും പുതിയ റിലീസ്. അതിൽ നിന്ന് മാത്രം അദ്ദേഹം നേടിയെടുക്കുന്നത് ഏകദേശം 300 കോടി രൂപയാണ്. അതിന് പുറമെ ഒരു പാനിന്റെ ഹിറ്റ് ആയിരുന്നു ആര്യ 2, ബണ്ണി, അങ്ങനത്തെ നിരവധി സിനിമകൾ. മലയാളത്തിൽ മാത്രം അദ്ദേഹത്തിന് തിരഞ്ഞെടുക്കപ്പെട്ട ഇഷ്ടംപോലെ ഡബ്ബിംഗ് സിനിമകളുണ്ട്, ഇഷ്ടംപോലെ ഡബ്ബിംഗ് സോങ്ങുകളുണ്ട്. ഇതിനകത്തൊക്കെ ഇപ്പോഴും അദ്ദേഹത്തിന് റവന്യൂ കിട്ടുന്നുണ്ടെന്ന് പറയുന്നത് വളരെ അത്ഭുതകരമായ ഒരു കാര്യമാണ്. കാരണം സിനിമ ഇപ്പോഴും വളരെയധികം പ്രേക്ഷകരിലേക്ക് എത്തുന്നുമുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തിന് അതിനൊക്കെ നിന്നും റെമ്യൂണറേഷനും കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതെല്ലാം അദ്ദേഹത്തിന് ഒരു നെറ്റ്വർക്ക് ആയിട്ട് നമുക്ക് കണക്കാക്കേണ്ടി വരും. അടുത്തത് നമുക്ക് അദ്ദേഹത്തിന്റെ വണ്ടി കളക്ഷനിലേക്ക് പോവാം. വണ്ടി എന്ന് പറയുന്നതിന് കാരണം അദ്ദേഹത്തിന് ചെറിയ സ്കൂട്ടർ മുതൽ വലിയ ജെറ്റ് വിമാനം വരെ ഉണ്ടെന്ന് പറയേണ്ടി വരും. കാരണം അദ്ദേഹത്തിന് ഇഷ്ടംപോലെ വണ്ടി ഗ്യാരേജിലുണ്ട്. എന്നാലും പ്രധാനപ്പെട്ട കുറച്ച് വണ്ടികൾ മാത്രമാണ് ഞാൻ പറയുന്നത്. അദ്ദേഹത്തിന് ബൈക്കും ഇഷ്ടമാണ്, 2 വീലേഴ്സ് ഇഷ്ടമാണ്, അതുപോലെ തന്നെ 4 വീലേഴ്സും ഇഷ്ടമാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിന് പ്രൈവറ്റ് ജെറ്റ് അടക്കമുള്ളതാണുള്ളത്. അദ്ദേഹത്തിന്റെ പ്രീമിയം കളക്ഷനിൽ ഇപ്പൊ നമുക്ക് കിട്ടിയേക്കുന്ന വിവരം എന്ന് പറഞ്ഞാൽ 3 പ്രീമിയം കാറുകളാണുള്ളത്. വോൾവോ, BMW, റേഞ്ച് റോവർ ആണ് അദ്ദേഹത്തിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രീമിയം കാറുകളിൽ ഉൾപ്പെടുന്നത്. മാത്രമല്ല റേഞ്ച് റോവറിന്റെ ഡിഫറെന്റ് ആയിട്ടുള്ള വേരിയന്റുകളും അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടെന്നാണ് പറയപ്പെടുന്നത്. അത് മാത്രമല്ല അദ്ദേഹത്തിന് സ്വന്തമായിട്ടൊരു കാരവാൻ അടക്കമുള്ളതുണ്ട്. വാനിറ്റി വാനാണ് അദ്ദേഹത്തിന് സ്വന്തമായിട്ടുള്ള കാരവാൻ. മാത്രമല്ല അദ്ദേഹത്തിന് ബുള്ളറ്റുകൾ ഭയങ്കര ഇഷ്ടമാണ്. മാത്രമല്ല അദ്ദേഹത്തിന്റെ 2 വീലർ കളക്ഷനിലെ ഏറ്റവും പ്രീമിയം ക്വാളിറ്റി ഉള്ള നമ്മുടെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഹാർലി ഡേവിഡ്സൺ അടക്കം അദ്ദേഹത്തിന്റെ ഗ്യാരേജിലുണ്ടെന്നാണ് പറയപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ സ്വന്തം സ്റ്റാർട്ടപ്പ് ആണ് കോൾ ഹെൽത്ത് എന്ന് പറയുന്നത്. ഹൈദരാബാദ് ബേസ് ചെയ്തിട്ടുള്ള ഒരു കമ്പനിയാണിത്. ഹൈദരാബാദിലെ പാവപ്പെട്ട അല്ലെങ്കിൽ ഹെൽത്ത് കെയർ സംബന്ധമായ രോഗങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു ഹെൽത്ത് കെയർ സെന്റർ ആണ് അദ്ദേഹം ഇതുവഴി സ്റ്റാർട്ടപ്പ് ആയിട്ട് ഉപയോഗിക്കുന്നത്. നിരവധി ആളുകൾക്ക് ഒരു സഹായം കൂടിയാണ് അദ്ദേഹം ചെയ്യുന്നത്. അടുത്തത് അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ പോസ്റ്റുകളെ പറ്റി ഒന്ന് അവലോകനം ചെയ്യാം. കാരണം ഇൻസ്റ്റാഗ്രാമിൽ മാത്രം ഏകദേശം 24 മില്യണും സാമൂഹ്യ മാധ്യമമായ എക്സിൽ 8 മില്യൺ ഫോളോവേഴ്സും ഉള്ള വ്യക്തിയാണ് അദ്ദേഹം. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഒരു പോസ്റ്റിലൂടെ മാത്രം ലക്ഷങ്ങളാണ് അദ്ദേഹത്തിന് കിട്ടുന്നത്. ഇതെല്ലാം അദ്ദേഹത്തിന്റെ നെറ്റ്വർക്കിൽ പെടുന്നതുമാണ്. അടുത്തത് അദ്ദേഹം കൊക്കക്കോള, ഹോട്ട്സ്റ്റാർ, സൊമാറ്റോ, KFC, ജോയ് ആലുക്കാസ്, ഫ്രൂട്ടി, 7up, റെഡ് ബസ് തുടങ്ങിയവയുടെ എല്ലാം ബ്രാൻഡ് അംബാസിഡറും കൂടെയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഇതെല്ലാം നല്ല മികച്ചു നിൽക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് ഇതിന്റെ എല്ലാം ഷെയറുകളോ അല്ലെങ്കിൽ ഇതിൽ നിന്നും കൃത്യമായ ലാഭമോ ഇല്ലേ റെമ്യൂണറേഷനോ കൃത്യമായി എത്തുന്നുണ്ട്. ഇവയെല്ലാം ഇന്ത്യയിലെ നിരവധിയായ വലിയ കമ്പനികളാണ്. അതുകൊണ്ട് തന്നെ ഇതിനെല്ലാം കൃത്യമായ റവന്യൂ കിട്ടുന്നുള്ള കാര്യം നമുക്കറിയാം. അതുകൊണ്ട് ഇതിൽ നിന്നും മാത്രം അദ്ദേഹത്തിന് നിരവധി പൈസയാണ് കിട്ടുന്നത്. ഹൈദരാബാദിലാണ് ഇദ്ദേഹം മെയിനായിട്ട് ഇദ്ദേഹത്തിന്റെ ഓഫീസ് എല്ലാം സെറ്റിൽ ചെയ്തിരിക്കുന്നത്. ഏകദേശം 100 കോടി രൂപയുടെ ഓഫീസും വീടുമാണ് ഹൈദരാബാദ് ഇദ്ദേഹത്തിന് സ്വന്തമായിട്ടുള്ളത്. അതിനു പുറമെ ആന്ധ്രാപ്രദേശിലും അതുപോലെ തന്നെ മുംബൈയിലും ഇദ്ദേഹത്തിന് വീടുകളുണ്ടെന്നാണ് പറയുന്നത്. ഇതിനെല്ലാം പുറമെ ഏകദേശം 6.8 കോടി രൂപയുടെ അല്ലറ ചില്ലറ അസറ്റുകൾ, അതായത് മിസലേനിയസ് അസറ്റ് ആയിട്ട് ഇദ്ദേഹത്തിനുണ്ടെന്നും പറയപ്പെടുന്നു. ഇങ്ങനെ കൂട്ടി നോക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു സൗത്ത് ഇന്ത്യയിലെ തന്നെ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് റിച്ചസ്റ്റ് ആക്ടർ ആയിട്ട് നമ്മുടെ മല്ലു അർജുൻ മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇദ്ദേഹത്തിന് സ്വന്തമായിട്ട് നിരവധി ബിസിനസ് ഉണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പം ഇദ്ദേഹത്തിന് മറ്റു ചില ബിസിനസ്സുകൾ ഏതൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ അല്ലു സ്റ്റുഡിയോസ്, 800 ജൂബിലീസ്, ബഫല്ലോ വൈൽഡ് വിങ്സ്, AAA സിനിമ, ഗീത ആർട്സ്, ആഹ എന്ന OTT പ്ലാറ്റ്ഫോം ഇതടക്കമുള്ളവ ഇദ്ദേഹത്തിന് സ്വന്തമാണ്. ഇതിൽ നിന്ന് കിട്ടുന്ന വരുമാനങ്ങൾ വേറെയും. അങ്ങനെ അല്ലു അർജുൻ കോടീശ്വരനാകുന്നത് ഇത്തരത്തിലുള്ള പല സാഹചര്യങ്ങളിലൂടെയാണ്.
അദ്ദേഹത്തിന് കിട്ടുന്ന റെമ്യൂണറേഷൻ നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ അപ്പുറമാണ്. ഇപ്പോൾ അദ്ദേഹത്തിന്റെ കയ്യിലുള്ള സ്വത്തുക്കൾ അത് ഞാൻ പറഞ്ഞ കണക്കിൽ പെടുത്താമോ എന്ന് എനിക്ക് അറിയില്ല, കാരണം അതിനപ്പുറമായിരിക്കാമെന്ന് നമുക്ക് തീർച്ചയാണ്. എന്നാൽ പോലും ഇപ്പോൾ കിട്ടുന്ന വിവരങ്ങൾ അനുസരിച്ചുള്ള നെറ്റ്വർക്കാണ് ഞാനിപ്പോൾ പറഞ്ഞത്. നിങ്ങൾക്കറിയാവുന്നത് നിങ്ങൾക്കും പറയാം.